ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണിലേക്ക് സ്വാഗതം. സർക്കിട്ട് എന്ന് പറഞ്ഞിടത്തിൻ്റെ സക്സസ് ടീച്ചർ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ബൺ ബട്ടർ ജാം എന്ന് പറഞ്ഞിടത്തിൻ്റെ ദിയ ദിയ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ദ വെർഡിക്റ്റ് എന്ന് പറഞ്ഞിടത്തിൻ്റെ ട്രെയിലർ ഇന്ന് രാവിലെ 10 മണിക്ക് പാർത്ഥിവൻ പുറത്തിറക്കുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ നരുവേട്ട എന്ന് പറഞ്ഞിടത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് അറിയിച്ചിരുന്നു മെയ് 23 അപ്പോൾ അതിൻ്റെ ഒരു വേറെ പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സിംഗിൾ എന്ന് പറഞ്ഞിടത്തിൻ്റെ ജൂക്ക് ബോക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ F1 എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടം ജൂൺ 27 പുറത്തിറങ്ങാൻ പോകുന്നത്. എന്തായാലും അതിൻ്റെ സെക്കൻഡ് ട്രെയിലർ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കപ്പ് കാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള പടം മെയ് 23 റിലീസാവുന്ന അറിയിച്ചു. പിന്നെ തനു എന്ന് പറഞ്ഞിട്ടുള്ള ഹിറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിടത്തിലത്തെ പാട്ട്, ആ പാട്ടിൻ്റെ വീഡിയോ സോങ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ പറന്ത് പോകുന്ന പറഞ്ഞിട്ടുള്ള പടം വേൾഡ് വൈഡ് തിയേറ്ററുകൾ റിലീസ് എടുത്തിരിക്കുന്നത് റോമിയോ പിക്ചേഴ്സ് ആണെന്നുള്ള ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ശിവയാണ് ഇതിൽ മെയിൻ കഥാപാത്രം എത്തുന്നത്. അതേമാതിരി നായികയായിട്ട് ഗ്രേസ് തന്നെയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള പോസ്റ്റർ ഉണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ പടം എന്തായാലും ജൂലൈ 4 റിലീസാവാനുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാമൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ പടം 4 സോഡിയുള്ളൂ റിലീസാവാൻ. അപ്പോൾ 4 days to go പോസ്റ്റർ വന്നു. പിന്നെ ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിടത്തിൻ്റെ 4 days to go പോസ്റ്റർ വന്നു. പിന്നെ അടുത്ത ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ അതിലത്തെ കിങ്സ്ലിയുടെ പേര് ഗോപാൽ എന്നുള്ളതെന്ന് അറിയിച്ചു. അതേമാതിരി മാരൻ എന്ന് പറഞ്ഞ ആളുടെ പേര് ഓൾ ലാംഗ്വേജ് അറുമുഖം എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മിക്കവാറും എല്ലാ ഭാഷയും സംസാരിക്കുന്ന ആളായിരിക്കും, അതുകൊണ്ടായിരിക്കും ഓൾ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ മഹാകാളി എന്ന് പറഞ്ഞിട്ടുള്ള പടം പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന പടം, അവിടത്തിന് പൂജ കടന്നിരുന്നു. എന്തായാലും എൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ XY കോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു പടം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ റാപ്പർ 22 എൻ്റെ 22ാമത്തെ അടുത്തിൽ ഉപേന്ദ്ര ഉണ്ട്. അപ്പോൾ ഉപേന്ദ്രയുടെ പേര് സൂര്യകുമാർ എന്നുള്ള രീതിയിലാണെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ വീരധീരസൂരം പാർട്ട് 2 എന്ന് പറഞ്ഞിടത്തെ അയില എല്ല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൻ്റെ വീഡിയോ സോങ് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ പടക്കളം എന്ന് പറഞ്ഞിട്ടുള്ള 5 സൗണ്ട് 2.6 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ പവൻ കല്യാണം വരാൻ പോണ പടങ്ങളിൽ ഒരു പടമാണ് OG എന്ന് പറഞ്ഞിട്ടുള്ള പടം, ദേ കോൾ ഹിം OG എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഞാൻ പേഴ്സണലി ആളുടെ വെയിറ്റ് ചെയ്യുന്ന പടമാണ് അത്. ഇതെല്ലാം അതിൻ്റെ ഷൂട്ടിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തഗ്ലീഫ് എന്ന് പറഞ്ഞിടത്തിൻ്റെ ഓഡിയോ ലോഞ്ച് അടക്കാൻ പോവാണ് സിഡ്നിയിലും ഓസ്ട്രേലിയയിലും വെച്ചിട്ട്. അത് മെയ് 23 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഡോൾബി ദിനേശ് എന്ന് പറഞ്ഞിട്ടുള്ള നീമ്പോളുടെ വരാൻ പോണ പടങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അതിൻ്റെ കാസ്റ്റിംഗ് കോൾ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാൻ. ഡീറ്റെയിൽസ് വേണ്ട ഒരു ചെക്ക് ആക്കിയിട്ടൊന്ന് നോക്കി വെക്കാൻ മതി. പിന്നെ മണിയൻ പിള്ള രാജു ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞിട്ടുണ്ട്. അത് ആരാണ് അഭിനയിക്കാനുള്ളതും ആരാണ് ഡയറക്ടർ എന്നുള്ളതും ആൾ അറിയിച്ചിട്ടുണ്ട്. കൃഷാന്താണ് ഡയറക്ടർ. ആവാസവ്യൂഹം പുരുഷപ്രേതം എന്ന് പറഞ്ഞിട്ടുള്ള പടം എടുത്ത ആൾ. പടത്തിൽ അഭിനയിക്കുന്നത് മോഹൻലാലാണ്. എന്തായാലും ഒരു ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ രീതിയിലുള്ള പടം എന്നുള്ളതാണ് കേൾക്കാൻ സാധിച്ചത്. പടം മിക്കവാറും 2026 റിലീസ് ഉണ്ടാവും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും വരട്ടെ. പിന്നെ മോഹൻലാലിൻ്റെ തുടരും എന്ന് പറഞ്ഞ പടമാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട പടം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഫുട്ബോൾസ് വന്നിട്ടുള്ള പടം 2018 എന്ന് പറഞ്ഞിടത്തിൻ്റെയും ദൃശ്യം എന്ന് പറഞ്ഞിടത്തിൻ്റെയും ഫുട്ബോൾസാണ് കടത്തി വിട്ടിട്ടുള്ളത്. പിന്നെ LIK ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള പടം, അവിടത്തിൻ്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്, സെപ്റ്റംബർ 18 എന്തായാലും പ്രദീപ് രംഗനാഥൻ്റെ 3ാമത്തെ പടമാണ്. കൃതി ശെട്ടിയാണ് പടത്തിൽ നായികയായിരുന്നു. ഇതിൻ്റെ ഒരു വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്യൂഡ് എന്ന് പറഞ്ഞ പടത്തിന് മാറ്റി മുന്നേ ഇത് റിലീസ് ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതേപോലെ നടന്നിട്ടുള്ളത്. എന്തായാലും ഡ്യൂഡ് എന്ന് പറഞ്ഞ പടം റിലീസിന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒക്ടോബറിലാണ്, ദിവാലിക്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും ഒക്ടോബർ 17 എന്നുള്ളതാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിൻ്റെ ഗ്യാപ്പിൽ തന്നെ ആളുടെ 2 പടം പുറത്തിറങ്ങും എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ രാഘവ് ലോറൻസ് അഭിനയിക്കുന്ന ബെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പടം, ഭാഗ്യരാജ് അണ്ണനാണ് ഡയറക്ഷൻ ചെയ്യുന്ന പടം, അഭ്യങ്കറാണ് മ്യൂസിക് എന്ന്, ലോകശാനരാജിൻ്റെയാണ് കഥ. ഇതൊരു LCയിൽ വരുന്ന പടം തന്നെയാണ്. എന്തായാലും ഈ പടത്തിന്റെ പൂജ കടന്നിട്ടുണ്ട്, അതേമാതിരി ഇതിന്റെ ഷൂട്ടും തുടങ്ങിയിട്ടുണ്ട്. ഈ പടത്തിൽ മാധവനും നീമ്പോലെയൊക്കെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വേറെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും പൂജയുടെ ഫോട്ടോസ് ഞാൻ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു പോകാം. വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ കാണുന്നവർക്കും ബൈ.